ഇവളാണ് മൂഞ്ചിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നത്. കാര്യം അവന്റെ ഉള്ള ഗെയിമും കൂടെ പൊക്കോണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇതിനകത്ത് മനസ്സിലാകാത്തൊരു കാര്യമുണ്ട്, ഗബ്രി നല്ലൊരു ഗെയിമറാണ്. അവൻ ഫിസിക്കൽ ടാസ്കിൽ നല്ലോണം കളിക്കുന്നുണ്ട്, പല കാര്യങ്ങളിലും അവൻ നല്ലോണം കളിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെയൊക്കെ ഉള്ളിൽ ഏറ്റവും ഭയങ്കരമായിട്ട് നെഗറ്റിവിറ്റി നല്ല രീതിയിലായതുകൊണ്ട് ഇവരുടെ ഈ ഒരു വിഷയത്തിൽ ഗബ്രിയുടെ ഗെയിമിനെ നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നുണ്ട്. അതൊരു വലിയൊരു പോയിന്റാണത്. ഗബ്രി ശരിക്കും നല്ല ഗെയിമറാണ്. ഇത് ഗബ്രിയുടെ ഗെയിമും കൊണ്ടുവന്ന് കളഞ്ഞ്, അവളുടെ സ്വന്തം ഗെയിമും കൊണ്ടുവന്ന് കളഞ്ഞ്, അവളുടെ ലൈഫും കൊണ്ടുവന്ന് അവൾ തൊലച്ചിട്ട്, അവൾ പ്രേമമാണ് പ്രണയമാണെന്നും പറഞ്ഞിട്ട് നാട്ടുകാരെയും മൊത്തം ചതിച്ചെന്ന് അതിന്റെ കൂട്ടത്തിൽ പറയുന്നത്. ഞാൻ എല്ലാവരെയും ചതിച്ചു, വീട്ടുകാരെ ചതിച്ചു, നാട്ടുകാരെ എല്ലാവരും ചതിച്ചെന്ന് പറയുന്നുണ്ട്. എന്നിട്ടാണ് ഈ ഒരു പരിപാടി അതിനകത്ത് കാണിക്കുന്നത്. ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് ഞാൻ നിങ്ങളെ ഒരു വോയിസ് ക്ലിപ്പ് കേൾപ്പിക്കാം. എന്തായാലും ആൾക്കാർക്കൊക്കെ ഭയങ്കര അഭിപ്രായങ്ങളാണ്, നമുക്കത് കേട്ടു നോക്കാം. ബിഗ് ബോസ് സീസൺ 6 കക്ഷത്തിലുള്ളത് പോയതറിഞ്ഞപ്പോൾ ഉത്തരത്തിൽ കിട്ടാൻ വേണ്ടിയുള്ള പെടാപ്പാണ് ഇന്നത്തെ എപ്പിസോഡിലെ സോഫ സമ്മേളനം. ഫസ്റ്റ് ഡേ മുതലുള്ള കംഫർട്ട്സ് ആയിരുന്നല്ലോ. കടിക്കാനും മാന്താനും നുള്ളാനും ഉമ്മ വയ്ക്കാനും എന്തെല്ലാം ചെയ്യാനുമുള്ള കംഫർട്ട് സോൺ. ആ വീട്ടിലുള്ളവരെല്ലാവരെയും ഡിസ്കംഫർട്ടാക്കിയുള്ള കംഫർട്ട് സോൺ. എല്ലാവരും പറഞ്ഞപ്പോഴും തങ്ങൾ തെറ്റൊന്നും ചെയ്യുന്നില്ല, കാണുന്നവരുടെ കണ്ണിലാണ് തെറ്റ് എന്ന് പറഞ്ഞപ്പോഴും വാക്ക് കൊടുത്തിട്ടുണ്ടെന്ന് 1000 വട്ടം പറഞ്ഞ് ആ വ്യക്തിയുടെ ഫീലിങ്സും ആ കൊടുത്ത വാക്കുകളെ കമ്മിറ്റ്മെൻറ്റും ഒന്നിനും വകവയ്ക്കാതെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി അതെല്ലാം തെറ്റിപ്പോയി, എല്ലാം മാറിപ്പോയി എന്നറിഞ്ഞപ്പോൾ ഇപ്പോൾ ഒരു നാടകം, എല്ലാം വൈറ്റ് വാഷ് അടിക്കാൻ. എന്തിനാണ്? ഇനി ഇതെങ്കിലും കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ? അതോ ഇനി അടുത്ത 45 ദിവസം നിൽക്കാനുള്ള ഒരു പ്ലാനാണോ? സ്വന്തം അപ്പം ഒന്ന് പറഞ്ഞാലും ആരൊക്കെ പറഞ്ഞാലും ഈ ഷോയേക്കാളൊക്കെ എനിക്ക് വലുതാണെന്ന് പറഞ്ഞാലും നൈസായിട്ട് മാറിപ്പോയി. ഇനി നെക്സ്റ്റ് മൂവാണോ, നെക്സ്റ്റ് ഗെയിമാണോ? എന്തിൻ്റെ പ്ലാൻ ആയാലും എന്തിനൊക്കെ വേണ്ടിയാണെങ്കിലും വളരെ ബാഡായിപ്പോയി, വളരെ ബാഡ് ഗെയിമാണ്. റിലേഷൻഷിപ്പും ഫ്രണ്ട്ഷിപ്പും അല്ല, പിന്നെ എന്താണ് അവർ ഈ ബന്ധത്തിലൂടെ നമ്മളോട് പറയാൻ ട്രൈ ചെയ്യുന്നത്? സിറ്റുവേഷൻഷിപ്പാണോ അതോ ഫ്ലേട്ടിംഗ് ആണോ? പുറത്തൊരാൾക്ക് 1000 വട്ടം ഒത്തിരി വട്ടം കമ്മിറ്റഡ് ആണെന്ന് പറഞ്ഞിട്ട് ആ കമ്മിറ്റ്മെൻറ്റ് എന്നെവിടെ? അതിനൊന്നൊരു വാല്യൂ ഇല്ലേ? അതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ലേ? പിന്നെ അവരുടെ ഫീലിങ്സിന് കെയർ ചെയ്യണ്ടേ? ഇതൊന്നും സ്വന്തം വീട്ടുകാരെ കെയർ ചെയ്യണ്ടേ? ഇതൊരു ഗെയിമാണ്, ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ലൈഫുണ്ട്. ഇതൊക്കെ മറന്നിട്ടുള്ള ഗെയിം എവിടെ ചെന്ന് അവസാനിക്കും? എന്തിനാണിങ്ങനെ? ഇതിനെ അതോ കംഫോർട്ട് സോണിൽ ചെന്ന് പെട്ടപ്പോൾ അവർ ചെയ്തതും പറഞ്ഞതുമായ കാര്യങ്ങൾ അവർ തന്നെ മറന്നുപോയതാണോ? ക്യാമറകളുണ്ട് എന്ന് മറന്ന് ഒരു നിമിഷം എന്തൊക്കെയോ ചെയ്തതാണോ? എന്തൊക്കെയോ പറഞ്ഞതാണോ? എന്നിട്ട് ഒന്ന് പിഴച്ചു എന്ന് പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ അത് മനസ്സിലായപ്പോൾ അതിനെ വൈറ്റ് വാഷ് അടിക്കാനാണോ ഇങ്ങനെ കൂടിച്ചേർന്നിരുന്ന് ഭയങ്കരമായ നാടകവും ഭയങ്കരമായ ഓവർ ആക്ടിങ്ങും? കഷ്ടം തന്നെയാണ്. കറക്റ്റ് കാര്യമാണ് പറഞ്ഞത്. ക്യാമറ ഉണ്ടെന്നും പറഞ്ഞിട്ട് മറന്നുപോയതാണോ എന്ന്. അത് തന്നെ, ക്യാമറ ഉണ്ടെന്നുള്ളൊരു വിചാരം അതിനകത്ത് ഇല്ല, മനസ്സിലായോ? എന്നിട്ട് ഇപ്പോഴാണ് ബോധം വന്നത്. അങ്ങനെ അറിഞ്ഞപ്പോഴത്തേക്ക് ബോധം വന്നു തുടങ്ങി, അല്ല വേറെ ഒന്നും അല്ല. എന്നൊക്കെ കഴിഞ്ഞാൽ നല്ല മതിപ്പാണ് കേട്ടോ ആൾക്കാർക്കൊക്കെ. ഇപ്പം ഈ ഒരു ഷോയെ പറ്റിയിട്ട് ഇപ്പൊ കേൾക്കുമ്പോഴേ ജബ്രി കോമ്പയെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പൊ ഇനി വരുന്ന സീസണിൽ ആൾക്കാർക്ക് നല്ല മാതൃകയായിരിക്കണ്ടേ. ഇത് സപ്പോർട്ട് ചെയ്യാൻ കുറെ വിഡ്ഢികളായിട്ടുള്ള കുറെ ആൾക്കാർ. അപ്പം ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക.